കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് LDF ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും സാവു മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ഭാഗമായി ചടയമംഗലം മണ്ഡലത്തിലും ചടയമംഗലം പഞ്ചായത്തിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അനുകൂലമായൊരു ഘടകം ജനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം MP ആയി ജയിച്ചുപോയ ശ്രീ പ്രേമേന്ദ്രൻ വികസന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ പിന്നോക്കമാണെന്ന് ജനത്തിന് ബോധ്യമാവുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിനെതിരായി ഒരു ജനവികാരം ഈ മണ്ഡലത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പോളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബൂത്തുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ചടയമംഗലം പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കും, മുകേഷ് ലഭിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ അന്വേഷിച്ചപ്പോൾ 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചടയമംഗലം മണ്ഡലത്തിൽ സഖാവ് മുകേഷിന് ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാനൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വീഡിയോ ഇന്നലെ കാണുകയുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തങ്ങളിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തോ അവിശുദ്ധമായ രീതിയിലുള്ള അന്തർധാര ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഇതാര് വിശ്വസിക്കാനായത്? ഇവിടെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ എന്ന് പറയുന്നത് മത്സരരംഗത്തുള്ള 2 മുന്നണികൾ UDFും LDFും അല്ലേ? കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ള 2 പാർട്ടികളാണ് CPIയും CPMും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് UDFുമായി മുന്നണി ധാരണ ഉണ്ടാക്കേണ്ട എന്ത് കാര്യവും ഞങ്ങൾക്കുള്ളത്? ശുദ്ധ അസംബന്ധമാണത്. അങ്ങനെ ഒരു സംവിധാനവും ആലോചിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. പിന്നെ അവരത് പറയുന്നത് എന്തായാലും അവർ ജയിക്കത്തില്ല എന്നവർക്കറിയാം. അപ്പോൾ ജയിക്കാതെ വരുമ്പോൾ മുൻവിധി അല്ലെങ്കിൽ മുൻകൂറായി ഒരു എറിഞ്ഞിടുന്ന ഒരു നടപടിയാണ് എന്ന് ഞങ്ങളത് കാണുന്നുള്ളൂ. ജയിക്കാതെ വരുമ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തങ്ങളിരുന്ന് ധാരണ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് BJP തോറ്റുപോയത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ബൂത്തുകളിലും വളരെ ഐക്യമായി ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീമാൻ നരേന്ദ്രമോദി കാണിച്ചിട്ടുള്ള ചില സമുദായങ്ങളോടുൾപ്പെടെ, ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ഖേദമുണ്ട്, കാണിച്ചിട്ടുള്ള നീതികേട് അതൊരിക്കലും ഈ രാജ്യത്ത് വെച്ചു പൊറിപ്പിക്കാൻ കഴിയുന്നതില്ല. ഈ രാജ്യത്തിനൊരു മതേതരത്വ സ്വഭാവമുണ്ട്. ആ മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും നാളും ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നത്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന നമ്മുടെ പത്രത്തിലെല്ലാം വായിക്കാനിടയായി. ഈ രാജ്യം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും തങ്ങൾ വിഭജിച്ചുകൊണ്ട് പുതിയ രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുവെന്നാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയ അറിവാണെന്ന് നമുക്കറിയില്ല. എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും അല്ല സ്ഥിതി. അദ്ദേഹത്തിന് വളരെ ദയനീയമായി ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തൊക്കെയോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ ഒരു ബോധം പോയ തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുക്കാറായ സമയത്ത് ഈ രാജ്യത്തെ ഒരു പ്രത്യേക സമുദായം അവർ NDA മുന്നണി അധികാരത്തിൽ വന്നാൽ അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഭരണം നടത്തുന്നത്. മറ്റ് ഇവിടുത്തെ വിഭവശേഷിയെല്ലാം അവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ അസംബന്ധമായ കാര്യങ്ങളാണ്
ഈ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഏറ്റുപിടിക്കാൻ BJPയുടെ പാർട്ടി നേതാക്കന്മാരുമുണ്ട്. പക്ഷേ അതിനെതിരായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം യാതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അങ്ങേയറ്റം ഖേദകരമായ വസ്തുതയായി ഞങ്ങൾ കണക്കാക്കുന്നത്. കോൺഗ്രസ് ഇത് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം നിലയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ആ മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടകരമാക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിനെ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുമ്പോൾ അതിനെതിരെ പറയാൻ ആ പാർട്ടിയിൽ ആരും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്.